ഇന്ന് നമുക്ക് മധുരക്കിഴങ്ങ് കുഴ ഉണ്ടാക്കിയാലോ? അതോ ചീനിക്കപ്പ ഒന്ന് കുഴച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ 1.5 കിലോയോളം മധുരക്കിഴങ്ങ് അഥവാ ചീനിക്കപ്പ എടുത്തിട്ടുണ്ട്. അപ്പം നന്നായിട്ട് അരിഞ്ഞ് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇത്രയും മുഴുപ്പിൽ തന്നെ അരിഞ്ഞെടുക്കുക, പെട്ടെന്ന് വെന്ത് കിട്ടും, അതുകൊണ്ട് ഉടഞ്ഞു പോകും. അതുകൊണ്ട് ഇച്ചിരി മുഴുത്തതായിട്ട് അരിഞ്ഞെടുക്കുകയാണ് നല്ലത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് നമ്മൾക്ക് ആ ഉപ്പ് എല്ലായിടത്തും ചെല്ലുന്ന വിധത്തിലൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/4 ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത്രയും മതി, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. മറ്റേ കപ്പ പോലെയല്ല ചീനിക്കപ്പ, നമുക്ക് അല്ലെങ്കിൽ മധുരക്കിഴങ്ങ് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി ഞാനത് അടച്ച് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. 2 വിസിൽ വരുമ്പോഴേ നമുക്ക് ഓഫ് ചെയ്തിടാം. ഞാൻ ഓഫ് ചെയ്തിട്ട് 2 വിസിൽ കഴിഞ്ഞപ്പോൾ ഓഫ് ചെയ്തിട്ടു. ഇപ്പോൾ അതിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുക്കർ തുറന്നു, കണ്ടോ, നമ്മളുടെ മധുരക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അതവിടെ ഇരിക്കട്ടെ. നമുക്ക് അതിനായിട്ട് ഒരു അരപ്പ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു അരമുറി തേങ്ങ ചുരണ്ടിയത് ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് അരിഞ്ഞ് ഇട്ട് കൊടുക്കുകയാണ്. പച്ചമുളകോ മുളക് പൊടിയോ ആയാലും കുഴപ്പമില്ല, പക്ഷേ പച്ചമുളകായിരിക്കും ഒന്നും കൂടി നല്ലത്. 2 പച്ചമുളക്, നമ്മുടെ വീട്ടിലുണ്ടായ 2 പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 1 ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തു. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കതൊന്ന് ഒതുക്കിക്കൊണ്ടുവരാം. ഒത്തിരി അരയണ്ട, ജസ്റ്റ് ഒന്ന് അരിഞ്ഞ് കിട്ടിയാൽ മതി. ഞാനൊരു ചീനച്ചട്ടി ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു 1.5 ടീസ്പൂണോളം കടുകും കൂടി ഇട്ട് കൊടുത്തു. കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുക് പൊട്ടി വരുന്നുണ്ട്. ആ ഒരു സമയം അതിലേക്ക് ഞാനൊരു 8 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തു. ചതച്ച് അത് കൂടി ഇട്ട് കൊടുത്തു. ചതച്ചാൽ അതിൻ്റെ ആ കപ്പയ്ക്കൊക്കെ ചെറിയ ഗ്യാസ് ഉണ്ടല്ലോ, അപ്പോൾ ചതയ്ക്കുമ്പോൾ അതിൻ്റെ നീര് നന്നായിട്ട് ഇറങ്ങി വരുമല്ലോ. അപ്പോൾ ചതച്ചിട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു ചെറിയൊരു സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് അതും കൂടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഒന്ന് വഴറ്റിയെടുക്കാം നമ്മൾക്ക്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. നന്നായിട്ട് അത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ ഒതുക്കി വച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ട് ഒന്ന് ഇളക്കി അതൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് ഇളക്കി എടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ മധുരക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടോ, നമ്മൾ ആ ഒഴിച്ച വെള്ളം പാകമായിരുന്നു. അത് വറ്റി ചുവട്ടിലൊന്നും പിടിക്കാതെ നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മളുടെ ആ മധുരക്കിഴങ്ങ് കുഴ അല്ലെങ്കിൽ ചീനിക്കപ്പ കുഴച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ ഒത്തിരി ഗുണവുമുണ്ട്. ചീനിക്കപ്പയ്ക്ക് ഒത്തിരി ഗുണമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ. ഇത് ഗ്യാസൊന്നും വലുതായിട്ടില്ല ചീനിക്കപ്പയിൽ. മറ്റേ നമ്മുടെ നാടൻ കപ്പയിൽ പോലെ ഗ്യാസ് ഒന്നും ഇതിനില്ല. ഇതിനൊത്തിരി ഗുണവുമുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ഈസി മെത്തേഡിൽ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റാണ്. നമുക്ക് മീൻ കറി കൂട്ടിയോ ഇറച്ചിക്കറി കൂട്ടിയോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ വളരെ ഹെൽത്തി ആയിട്ടുള്ള നമ്മളുടെ മധുരക്കിഴങ്ങ് കുഴ അല്ലെങ്കിൽ ചീനിക്കപ്പ കുഴ ഇവിടെ റെഡിയായി. ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എല്ലാവരും ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എങ്കിൽ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. വളരെ ടേസ്റ്റിയും അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. ചീനിക്കപ്പ എവിടെ കിട്ടിയാലും വിടരുത്, വളരെ ഹെൽത്തിയാണ്. ഓക്കെ, ബൈ ബൈ.